ഹായ് ഓൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഈ ഒരു ട്രിപ്പിൻ്റെ വ്ളോഗ് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയി ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നു. ഐ കീപ്പ് ഓൺ എഡിറ്റിംഗ് ദിസ്, പക്ഷേ മടി കാരണം ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫൈനലി എൻ്റെ എഡിറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. സോ ഗൈസ്, ലെറ്റ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പോൾ ഇവൻ പറഞ്ഞ മാതിരി ലക്ഷദ്വീപിലേക്കാണ് നമ്മുടെ ട്രിപ്പ്. കൊച്ചിയിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. രാവിലെ അവിടെ എത്തിയതും എയർപോർട്ടിലെ ആര്യാസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. കേരളത്തിൻ്റെ തൊട്ടടുത്തുള്ള ഐലൻഡ്സ് ആണ് കേട്ടോ ലക്ഷദ്വീപ് ഐലൻഡ്സ്. അതിൽ അഗത്തി ഐലൻഡിലോട്ടാണ് കേട്ടോ നമ്മൾ പോണത്. അവിടെ മാത്രമേ എയർപോർട്ടുള്ളൂ. ഈ ഒരു ഐലൻഡ്സിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ത്രൂ മാത്രമല്ല, ഷിപ്പ് ത്രൂ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും. ഒരു എയർപോർട്ട് എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ നമുക്ക് മാറി കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അഗത്തി എയർപോർട്ട്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ നമ്മൾ കാണുന്നത് നല്ല ബ്ലൂ ഓഷ്യനാണ്. ഇവിടെ ഈ ഒരു ഐലൻഡ് ഏകദേശം ഒരു 5 to 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് നല്ല ബ്ലൂ ഓഷ്യനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ് കേട്ടോ. ഒരു 3 months മുന്നേക്ക് നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 5 to 6 Kയിലൊക്കെ എത്താൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഡബിളും ട്രിപ്പിളും ചാർജ് എല്ലാം കൊടുക്കേണ്ടി വരും. എൻട്രി പാസ് ഇല്ലാണ്ട് ലക്ഷദ്വീപിലേക്ക് എൻട്രി ചെയ്യാനും പറ്റില്ല, ഫ്ലൈറ്റ് കയറാനും പറ്റില്ല കേട്ടോ. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കണം. ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ഏജൻറ്റ് ത്രൂ ആണ് നമുക്ക് ഈ എൻട്രി പാസ് കിട്ടുക. സോ ദാറ്റ് ലക്ഷദ്വീപിൽ ആരെങ്കിലും വേണം നമുക്ക് ലക്ഷദ്വീപിലേക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഈ ഒരു എയർപോർട്ടിൽ ഗേറ്റും ബെൽറ്റും ഒന്നും ഇല്ല കേട്ടോ. ലഗേജ് ഒക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അവിടുന്ന് നമ്മുടെ കാര്യങ്ങൾ എടുത്ത് പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ ഈ കാണുന്ന 2 പേരില്ലേ, അവരാണ് നമ്മുടെ ഗൈഡ് കേട്ടോ. ഇവർ ട്രിപ്പ് അൺടോൾഡിൻ്റെ ലക്ഷദ്വീപിലുള്ള ഏജൻസ് ആണ്. ഒരുപാട് ടൂറിസ്റ്റ് പാക്കേജസ് നമ്മൾ അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും സ്റ്റേ ഇഷ്ടപ്പെട്ടതായിട്ടുള്ളതായിരുന്നു ഇവരുടെ പാക്കേജ്. അവിടെ ചെന്നിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ട്രിപ്പ് അൺടോൾഡ് പോലത്തെ ട്രാവലിംഗ് കമ്പനീസിൻ്റെ കൂടെയൊന്നും ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അവിടെ തന്നെ ഒരുപാട് ലോക്കൽസ് ടൂറിസ്റ്റ് പാക്കേജസ് ചെയ്യുന്നുണ്ട്. അതിന് ഇതിലൊരെണ്ണം എടുത്തിരുന്നെങ്കിൽ ഒരു 3 to 5K നമുക്ക് കുറഞ്ഞ് കിട്ടിയാനെ. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഇവിടെയുള്ള ആൾക്കാരുടെ പാക്കേജസ് തന്നെ എടുക്കുക. ലക്ഷദ്വീപിൽ അങ്ങനെ ഒരുപാട് വലിയ വലിയ ടൂറിസ്റ്റ് സ്പോട്ട്സ് ഒന്നുമില്ല. ഇവിടെ എല്ലാവരും വരുന്നത് സീ എക്സ്പീരിയൻസ് ചെയ്യാനും സീ ആക്ടിവിറ്റീസ് ചെയ്യാനും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇതിന് ബീച്ച് വില്ല സ്റ്റേ എന്നാണ് പറയുക. ഇതൊരു 2 story ബിൽഡിംഗ് ആണ്. അതിലെ മുകളിലത്തെ നിലയിലെ റൂമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോളിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ബ്ലൂ ഓഷ്യനും ക്ലീൻ വാട്ടർ എല്ലാം കാണാൻ പറ്റും. പിന്നെ ഇവിടെ അടുത്ത് തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഹോംലി ഫുഡാണ് കൊടുക്കുക. ബിക്കോസ് ഇവിടെ അങ്ങനെ റെസ്റ്റോറൻറ്റ് പുറത്ത് പോയി പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാം അങ്ങനെയൊന്നുമില്ല. വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണോ എന്തോ അറിയില്ല, നട്ടുച്ചയ്ക്ക് തന്നെ നമ്മളൊരു കുളി പാസ്സാക്കി. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വിഭവം എന്ന് പറയുന്നത് ടൂണ ഫിഷ് കറി, പിന്നെ കുറച്ച് ഉപ്പേരി, പിന്നെ എന്തൊക്കെയോ. അപ്പോൾ ഇങ്ങനെ സീ ഒക്കെ കണ്ട് നമ്മൾ നന്നായി ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം നമ്മളൊന്ന് മയങ്ങി. അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേന് ഇവിടെയുള്ളൊരു ബീച്ചിലോട്ട് വന്നിട്ടോ, അഗത്തി ബീച്ചിലോട്ട്. ഇവിടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ശരിക്ക്. ഇങ്ങനെ ബീച്ചെല്ലാം കാണാം, അവിടെ പോട്ടുണ്ട്, അവിടെ പോയി നിൽക്കാം, ഫോട്ടോ എടുക്കാം, അത്രയൊക്കെ തന്നെ. കുറച്ച് നേരം അവിടേക്ക് സ്പെൻഡ് ചെയ്തിട്ട് വൈകിട്ടായപ്പോഴത്തേന് നമ്മൾ തിരിച്ചു വന്നു. അന്നത്തെ ദിവസം ഡിന്നർ ഉണ്ടായിരുന്ന ചപ്പാത്തി, ഗീ റൈസ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു. ഫുഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇനി എന്ത് കിട്ടും എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി പോയി. അവിടെ അടുത്തുള്ള അന്തം ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് നമ്മൾ പോകേണ്ടത്. അവിടെ സ്കൂബ ഡൈവിങ്ങിൻ്റെ ആൾക്കാരുണ്ടായിരിക്കും. അവരൊരു 5-10 മിനിറ്റ് നമുക്കൊരു ട്രെയിനിങ് സെഷൻ തരും, സൈൻ എല്ലാം മേടിക്കും. അത് കഴിഞ്ഞ് എല്ലാവരെയും ബോട്ടിൽ കയറ്റിയിട്ട് പോകും കേട്ടോ. അവിടെ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു.
ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയാക്കിങ്ങിന് വേണ്ടി വന്നു. കയാക്കിങ് കടലിൽ ചെയ്യുമെന്ന് ഞാൻ അവിടെ വന്നിട്ടാണ് കേട്ടോ അറിയണത്. അവിടെ വന്നിട്ടല്ല, ഈ ഒരു പാക്കേജ് എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കയാക്കിംഗ് ഒക്കെ കടലിലെല്ലാം ചെയ്യുമോ. എൻ്റെ ഒരു കൺസെപ്റ്റിലെ കടൽ എന്നൊക്കെ പറയണത് ഭയങ്കര വേവി ആയിട്ടുള്ള ഭയപ്പെടുത്തുന്ന ഒരു ഇതാണ്. പക്ഷേ ഇങ്ങനെ ശാന്തമായിട്ട് കടലിരിക്കുമെന്ന് ഞാൻ അവിടെ പോയിട്ടാണ് കാണുന്നത്. ഭയങ്കര ഒരു ഓളായിരുന്നു ആ ഒരു കയാക്കിങ്ങിന്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. നെക്സ്റ്റ് ഡേ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി കേട്ടോ. ഇത് മൈദദോശയാണ്. നമ്മുടെ നാട്ടിലും ഉണ്ട് മൈദദോശ, പക്ഷേ അവരുടെ നാട്ടിലേതിന് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ എന്തൊക്കെയോ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഗ്ലാസ് ബോട്ടിങ്ങും സാൻഡ് ബാങ്ക് വിസിറ്റുമാണ് ചെയ്യാൻ പോണത്. ശരിക്കും ഈ ഒരു പാക്കേജിൽ ബംഗാരം, തിണക്കര വിസിറ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അന്നത്തെ ടൈമിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ പാക്കേജ് ചെയ്തവർക്ക് പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ദാറ്റ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഗ്ലാസ് ബോട്ട് എന്ന് വെച്ചാൽ ഒരു ബോട്ടിൻ്റെ നടുവിലായിട്ട് ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, താഴെ കൂടെ ടോട്ടോയ്സ്, മീനുകളൊക്കെ പോണത് കാണാൻ പറ്റും കേട്ടോ. അതാണ് ഗ്ലാസ് ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ കുറച്ച് നേരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഐലൻഡിലെത്തും, വിച്ച് ഈസ് വെരി ക്ലോസ് ടു അറേബ്യൻ സീ. അതായത് എല്ലാം അറേബ്യൻ സീ തന്നെയാണ്. പക്ഷേ ലക്ഷദ്വീപ് സൈഡിലൊക്കെ ഈ ബ്ലൂ കളർ വെള്ളമല്ലേ, സോ ഇതിന് ലഗോൺ ബീച്ച് എന്നാണ് പറയുക. അപ്പുറത്ത് എത്തുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിലേക്ക് കടലിൻ്റെ കളറ് കാണാൻ പറ്റണത്. ഈ ഒരു ഐലൻഡിൽ ആരും താമസമൊന്നുമില്ല. എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. ഇതിലൂടെ നമ്മളെ നടത്തിച്ചു. എന്നിട്ട് അപ്പുറത്തൊരു സൈഡിലെത്തി. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കപ്പലൊക്കെ കാണാൻ പറ്റും. പിന്നെ ലക്ഷദ്വീപ് പോകുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് അവിടുത്തെ ഓരോ ജീവികളും, ശംഖും കുരുടി അതൊക്കെയാണ്. പക്ഷേ ലക്ഷദ്വീപിൽ നമുക്ക് ഒരു തുള്ളി മണ്ണ് പോലും വേറൊരു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ ഫ്ലൈറ്റ് ത്രൂ ആണെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അവർ പിടിക്കും. അല്ല നിങ്ങൾ ഷിപ്പ് ത്രൂ ആണ് വരുന്നുണ്ടെങ്കിൽ ആരും അറിയാണ്ട് ചിലപ്പോൾ കൊണ്ടുവരാൻ തോന്നുന്നു. അതിനെപ്പറ്റി എനിക്കത്ര അറിയില്ല. ഞങ്ങൾ കുറേ ശംഖുകളും സ്കൂബ ചെയ്തിരുന്നപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചായിരുന്നു. പിന്നെ അതെല്ലാം അവിടെ വിട്ടിട്ട് വരേണ്ടി വന്നു. അന്നത്തെ ദിവസം വന്നു, ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ചു, കുറച്ച് നേരം കിടന്നു. പിന്നെ വൈകിട്ടായപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ ഇതുവരെ പുറത്തൊന്നും എക്സ്പ്ലോർ ചെയ്തില്ലല്ലോ, പുറത്ത് ഏതെങ്കിലും കടകളുണ്ടോ എന്നൊക്കെ നോക്കാൻ വിചാരിച്ചു. പോയി നോക്കിയപ്പോൾ കടകളൊന്നുമില്ല, ആ കൂടി ഉണ്ടായിരുന്ന ആ ബൂസ്റ്റ് കട മാത്രമാണ്. അത് കഴിഞ്ഞ് രാത്രി ഡിന്നറെല്ലാം കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ആയിട്ടോ. ഇന്ന് ലക്ഷദ്വീപിലെ ലാസ്റ്റ് ഡേ ആണ്. നാളെ നമ്മൾ തിരിച്ചു പോവുകയാണ്. രാവിലെ തന്നെ സ്നോർക്കലിംഗ് ചെയ്യാനാണ് കേട്ടോ പോയത്. ലക്ഷദ്വീപിൽ ഇനി ഈ ഒരു ആക്ടിവിറ്റി കൂടി ഉള്ളൂ നമുക്ക്. സ്നോർക്കലിംഗ് എന്ന് പറഞ്ഞാൽ സ്കൂബ പോലെ തന്നെയാണ്, പക്ഷേ നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാണ് കോറൽസിൻ്റെയും മീനുകളെയൊക്കെ കാണുന്നത്. ഇതും കുറച്ചുള്ളിലോട്ടുള്ള കടലിലാണ് അവർ ചെയ്യിപ്പിക്കുക. അവിടെയാണ് നമുക്ക് നല്ല കളർഫുൾ മീനുകളെയും കോറൽസിനെയൊക്കെ കാണാൻ പറ്റുക. സ്വിമ്മിങ് അറിയണവർക്ക് ഈ ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ. കറക്റ്റായി സ്വിം ചെയ്ത് താഴെ പോയി കണ്ടിട്ടൊക്കെ വരാൻ പറ്റും. പക്ഷേ എന്നെപ്പോലെ സ്വിമ്മിങ് അറിയാത്തവർ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. ബിക്കോസ് നമ്മൾ മുകളിൽ ഇങ്ങനെ കിടക്കുമല്ലേ, അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും, നമ്മുടെ മുഖത്ത് വെച്ചിരിക്കുന്ന സാധനം താഴെ പോവും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി സ്കൂബ ചെയ്യാൻ പേടിയായവർക്ക് ഈ ഒരു സംഭവം അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ലക്ഷദ്വീപ് ട്രിപ്പ് ഓൾമോസ്റ്റ് എൻഡ് ആവാറായി. അന്നത്തെ ദിവസം രാത്രി അവർ നമുക്കൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡിഷിന് കാളാഞ്ചി എന്നാണ് പറയുക. ഇത് തേങ്ങാപ്പാലിൽ പഴമൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഇത് ലക്ഷദ്വീപിൽ ഒരു സ്പെഷ്യൽ സംഭവമാണ് കേട്ടോ. ഇവിടെ വരുന്നവർ ഇത് ട്രൈ ചെയ്യുക. പിറ്റേ ദിവസം 11:30-ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. രാവിലെ നീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് റീൽസിൻ്റെ ബാക്കിയൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് താഴെ വന്നപ്പോഴത്തേന് അവിടെ അടുത്തുള്ള ചേച്ചിമാർ ലക്ഷദ്വീപ് ഉണ്ടയും ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ ആയിട്ട് വന്നു. ഫ്രിഡ്ജ് മാഗ്നറ്റിന് 400 റുപ്പീസൊക്കെ ആയിട്ട് അവർ ചാർജ് ചെയ്യണം. അത് നമ്മൾ മേടിച്ചില്ല, പകരം ദീപുണ്ട മേടിച്ചു. ഇനി ഈ ഒരു സെലിബ്രിറ്റീനെ അറിയോ, ഇവർ കുറേ ലക്ഷദ്വീപ് വീഡിയോസ് ഇടാറുണ്ട്. അങ്ങനെ എനിക്ക് കണ്ടു പരിചയമുള്ളതാണ് കേട്ടോ. അഗത്തി എയർപോർട്ടിനെ പറ്റി ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ ഗേറ്റും ബെൽറ്റും ഒന്നും ഇല്ലാത്ത കാരണം 2 hours-ഉം 3 hours മുന്നേ ഒന്നും വന്നിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലൈറ്റ് ആവണ സമയം ഏകദേശം ഒരു 15 minutes മുന്നേ വരിക. ബാഗ്സ് എല്ലാം ചെക്ക് ഇൻ ചെയ്യുക, ഫ്ലൈറ്റിൽ കയറുക, അത്രയേ ഉള്ളൂ. അങ്ങനെ
അങ്ങനെ ഞങ്ങൾ ഈ ട്രിപ്പ് എൻഡ് ചെയ്യാണ് ഗൈസ്. ഒട്ടും ഹറിബറി ഇല്ലാത്തൊരു സ്ഥലമാണ് ലക്ഷദ്വീപ്. കുറച്ച് കാമായിട്ടും പീസ്ഫുള്ളായിട്ടും ഒരു 4-5 ദിവസം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. ഞങ്ങൾ 2025 ജനുവരി 8-നാണ് ഇവിടെ വരുന്നത്. നമ്മുടെ പാക്കേജ് പെർ പേഴ്സൺ 18,500 റുപ്പീസ് ആയിരുന്നു. സ്കൂബ ഡൈവിങ്ങിന് 3,500 റുപ്പീസ് ആയിരുന്നു. ടിക്കറ്റ്സ് എക്സ്ട്രാ ചാർജ്. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.